നമസ്കാരം. കശ്മീരി പണ്ഡിറ്റുകളുടെ ദുർദിനങ്ങൾ അവസാനിച്ചു എന്നാണ് കരുതിയത്. ഇപ്പോഴിതാ വീണ്ടും അത്തരത്തിലുള്ള ദുർദിനങ്ങൾ കടന്നെത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 90കളുടെ ആദ്യ പകുതിയിൽ വലിയ രീതിയിലുള്ള രക്തച്ചൊരിച്ചിലുകളായിരുന്നു ഉണ്ടായിരുന്നത്. കശ്മീരി പണ്ഡിറ്റുകൾ ആട്ടി ഓടിക്കപ്പെട്ടു. അവർക്ക് താഴ്വരയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും കശ്മീരി പണ്ഡിറ്റുകൾ അഭയാർത്ഥികളായി കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലമേ ആയുള്ളൂ വീണ്ടും കശ്മീരിലേക്ക് അവർ എത്തിയതിനു ശേഷം ഇപ്പോഴിതാ വീണ്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ഒരു ലെറ്ററിലൂടെയാണ്, ഒരു കത്തിലൂടെയാണ്. അത് സംഭവിക്കുന്നത് ഇഷ്ടികക്കളത്തിൽ ജോലി ചെയ്തിരുന്ന 2 കൂലിത്തൊഴിലാളികൾ കൊല്ലപ്പെട്ടതോടുകൂടിയാണ്. അതിൽ ഒരു ഉത്തരവാദിത്വവും കാശ്മീരി പണ്ഡിറ്റുകൾക്കില്ല. പക്ഷേ ലഷ്കർ ഇ തൊയ്ബയുടെ സഹോദര സംഘടനയായ ലിബറേഷൻ യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടന ഒരു കത്തെഴുതിയിരിക്കുന്നു. ആ കത്തിൽ 6 കശ്മീരി പണ്ഡിറ്റുകളുടെ പേരും അതോടൊപ്പം തന്നെ അവരുടെ ഫോൺ നമ്പറും മറ്റ് വിശദ വിവരങ്ങളുമുണ്ട്. ഇവരെ കൊല്ലും എന്ന രീതിയിലാണ് ഈ ലെറ്റർ വന്നിരിക്കുന്നത്. ഇതോടുകൂടി കശ്മീരി പോലീസ് ഒരു അറിയിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതായത് കശ്മീരി പണ്ഡിറ്റുകൾ ഒരു കാരണവശാലും വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്, വീടുകളിൽ ഇരുന്ന ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണമെന്നാണ്. ഓഗസ്റ്റ് 20 വരെ ഇത് തുടരണം എന്നാണ് കശ്മീരിലെ പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതോടുകൂടി കശ്മീരിൻ്റെ കഷ്ടകാലം ഇതാ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു. കശ്മീരി പണ്ഡിറ്റുകളുടെ കഷ്ടകാലം പുനരാരംഭിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരാണ് ഈ 6 പേരും. ഈ 6 പേരെ മാത്രമല്ല, വീണ്ടും കശ്മീരി പണ്ഡിറ്റുകളെ ആകമാനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭീകരവാദ സംഘടനകൾ ഇറങ്ങിയിരിക്കുന്നു എന്നത് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഇതേ സമയം തന്നെയാണ് ഡൽഹിയിൽ CJP സമരത്തിന് ശേഷം വീണ്ടും CJP മറ്റൊരു രീതിയിൽ സമരം പുനരാരംഭിക്കുവാൻ പോകുന്നു എന്ന നിലയിലുള്ള ചില ഇൻഫർമേഷൻസും നമുക്ക് വരുന്നുണ്ട്. അതായത് ഭാരതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പല സംഘടനകളും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. വിദേശ സഹായത്തോടുകൂടി ഭീകരവാദ സംഘടനകളും പ്രത്യക്ഷത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ അല്ല എന്ന് തോന്നിക്കുന്ന സംഘടനകളും ഭാരതത്തിൻ്റെ സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഭാരതത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കാൻ. ഇത് ഒരു ചെറിയ പ്രവർത്തനമല്ല, വലിയ വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ബുർഹാൻ വാണി മരിച്ച ദിവസം, അയാളുടെ വാർഷിക ദിനത്തിലാണ് ഇത്തരത്തിൽ ലിബറേഷൻ യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പോസ്റ്റർ ദൃശ്യമാകുന്നത്. ഇപ്പോഴിതാ അവർ ഒരു കത്തയച്ചിരിക്കുന്നു. അതും ജൂലൈ 31-ന് ഇഷ്ടിക തൊഴിലാളികളായിട്ടുള്ള 2 പേർ കൊല്ലപ്പെട്ടതിന് ഒരാഴ്ചയ്ക്ക് ശേഷം. കശ്മീരി പണ്ഡിറ്റുകൾ ഇതിൽ ഉത്തരവാദികളല്ല എന്ന എല്ലാവർക്കും തന്നെ അറിയാം. എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു ലെറ്ററിലൂടെ ഒരു വലിയ ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. 90കളുടെ ആദ്യ സമയങ്ങളിൽ കശ്മീരി പണ്ഡിറ്റുകൾ എങ്ങനെയാണ് കഴിഞ്ഞുകൂടിയത് എന്ന ലോകത്തിന് തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അന്ന് JKLF, ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ടും ഹിസ്ബുൾ മുജാഹിദിനും ഒക്കെ ചേർന്നുകൊണ്ട് കശ്മീരി പണ്ഡിറ്റുകളെ അടിച്ചോടിക്കുകയായിരുന്നു. സർള ഭട്ടിൻ്റെ കൊലപാതകവും അവരുടെ പീഡനവും ഒക്കെ തന്നെ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ കൊന്നതിന് ശേഷം അവരുടെ ശവശരീരം പോലും മര്യാദയ്ക്കൊന്ന് അടക്കം ചെയ്യുവാൻ അവരുടെ കുടുംബത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതിനൊക്കെ ശേഷം വളരെ രക്തരൂക്ഷിതമായ കലാപത്തിന് ശേഷം കശ്മീരി പണ്ഡിറ്റുകൾ അവരുടെ സ്വന്തം വീട് വിട്ട്, കശ്മീർ വിട്ട് പല ഭാഗങ്ങളിലേക്ക് ചേക്കേറി വീണ്ടും അവരെ തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവർക്ക് ചില ജോലികളൊക്കെ അവിടെ സംഘടിപ്പിച്ചു കൊടുത്ത് അവരെ വീണ്ടും കശ്മീരിലേക്ക് സ്ഥിരതാമസത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരാണ്. അവരെ കരച്ചിൽ കാണാൻ തയ്യാറായത് കേന്ദ്ര സർക്കാർ മാത്രമാണ്, NDA സർക്കാർ മാത്രമാണ്. മറ്റ് സർക്കാരുകളെല്ലാം അവരുടെ വിധിയാണ്, അവരെ നിഷ്കരുണം തള്ളിക്കളയുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ഇതാ ദുരന്തമുഖത്തേക്ക് എത്തുന്നു എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഈ ഭീകരവാദ സംഘം കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്. ഇതിനെ
തടയിടുവാൻ സർക്കാരിന് സാധിക്കും. തീർച്ചയായിട്ടും തടയിടുക തന്നെ ചെയ്യും, അതിന് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. പക്ഷേ അവർ ഇത്തരത്തിൽ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ഇറങ്ങിയിരിക്കുകയാണ്. ഓഗസ്റ്റ് കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം തന്നെയാണ്. ആർട്ടിക്കിൾ 370 പിൻവലിച്ച മാസം. ഓഗസ്റ്റ് 5-ന് വളരെ ജാഗ്രതയോടുകൂടിയാണ്, അതുകൊണ്ട് തന്നെ പോലീസ് സംവിധാനങ്ങളും സേനയും ഒക്കെ ഈ വിഷയത്തെ കാണുന്നതും കാശ്മീരിനെ കാണുന്നതുമൊക്കെ വളരെയധികം ജാഗ്രതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യാറുമുണ്ട്. എന്നാൽ ഇതാ 20 ദിവസത്തേക്ക് കശ്മീരി പണ്ഡിറ്റുകൾ പുറത്തേക്കിറങ്ങരുത് എന്നാണ് കശ്മീരി പോലീസിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും ഈ നിർദ്ദേശം അവർ അനുസരിക്കും. പക്ഷേ സമാധാനപരമായ ജീവിതത്തിന് ഭരണഘടനാപരമായ അവകാശമുള്ളവരാണ് കശ്മീരി പണ്ഡിറ്റുകളും. അല്ലാതെ അവിടെ മുസ്ലിങ്ങൾക്കോ മറ്റ് വിഭാഗങ്ങൾക്കോ മാത്രമുള്ള ഭൂമികയല്ല കശ്മീർ എന്ന് പറയുന്നത്. കശ്മീരിൽ വളരെയധികം പാരമ്പര്യം, വളരെയധികം സാംസ്കാരികമായി വേരുകളുള്ള മത ജാതി വിഭാഗമാണ് കശ്മീരി പണ്ഡിറ്റുകൾ. വലിയ ദേവദാരു വൃക്ഷത്താൽ ഉണ്ടാക്കി വെച്ച രമ്യഹർമ്മ്യങ്ങളിൽ കഴിഞ്ഞിരുന്ന അവർ തെരുവോരങ്ങളിൽ എത്ര നാൾ കഴിഞ്ഞു. സ്വന്തം മക്കളുടെ ചുടുചോരയാൽ ഭക്ഷണം വാരി തിന്നേണ്ടി വന്നിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു കശ്മീരി പണ്ഡിറ്റുകൾക്ക്. അത്തരത്തിലുള്ള ഒരു ജനതയെ വീണ്ടും ഈ രീതിയിൽ ആക്രമിക്കുന്നത് വലിയ അപരാധമാണ്, അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ്. എന്നിട്ടും ഭീകരവാദികൾ ഇതിനേക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. കശ്മീരിലെ പഹൽഗാം ഭീകരവാദ ആക്രമണം നമ്മളുടെ എല്ലാവരുടെയും തന്നെ ശ്രദ്ധയിലുള്ളതാണ്. അന്ന് 26 പേരാണ് കശ്മീരിൽ കൊല്ലപ്പെടുന്നത്. ഒരു ഭീകരവാദ ആക്രമണം ഉണ്ടാകുന്നത് കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ 2014 ശേഷം വളരെയധികം റയർ ആയിട്ടുള്ള ഒരു രീതിയായിരുന്നു അവിടെ ആക്രമണങ്ങൾ നടക്കുന്നത്. അത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മറ്റ് ഭീകരാക്രമണങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആൾക്കാരുടെ തുണി ഉരിഞ്ഞതിന് ശേഷം മുസ്ലിം അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരുന്നു അത്തരത്തിലുള്ളൊരു ആക്രമണം നടന്നത്. അതോടൊപ്പം തന്നെ കലീമ ചൊല്ലുവാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞിരുന്നു. ലക്ഷ്യം ലക്ഷണമൊത്ത ഭീകരവാദ പ്രവർത്തനത്തിനപ്പുറം ഒരു വർഗീയ സംഘർഷത്തിലൂടെ നിരവധിയായ ആൾക്കാർ കൊല്ലപ്പെടുക എന്നതാണ് ഭീകരവാദികളുടെ ലക്ഷ്യമായിരുന്നത്. ഈ രീതിയിൽ വലിയ ലക്ഷ്യങ്ങൾ ആണ് അവർ ഇപ്പോൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ജൈവ രാസായുധങ്ങളുടെ സജ്ജീകരണത്തിന് വേണ്ടും ലഷ്കർ ഇ ത്വയ്ബയും അൽ ഖ്വയ്ദയും ഒക്കെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ റിപ്പോർട്ടുകൾ ഈ ദിവസങ്ങളിലാണ് ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നതും UN രക്ഷാസമിതിയുടെ നേതൃത്വത്തിലുള്ള പുതിയ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. അവരുടെ റിപ്പോർട്ടുകളിലാണ് ഈ രീതിയിൽ ജൈവ രാസായുധം അവർ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു എന്നും അൽ ഖ്വയ്ദയുടെ സഹോദര സംഘടനയായ അക്വിസ് എന്ന് പറയുന്ന അൽ ഖ്വയ്ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു അന്ന് ചെങ്കോട്ടയിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ ആണ് എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, താഴ്വരയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതാ കടുത്ത രീതിയിലുള്ള ഭീകരവാദ ആക്രമണത്തിന്റെ ശ്രമങ്ങൾ ഇനി വരും നാളുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഭാരതം അതിനെ ചെറുത്തു നിൽക്കേണ്ടിയിരിക്കുന്നു. ഭാരതം അത് ചെറുത്തു നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ ജാഗ്രതയോടുകൂടി വേണം ഈ വിഷയത്തെ കാണാൻ. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭീകരവാദികൾ പതിയിരിക്കുന്നുണ്ട്. കേരളവും ഒട്ടും സുരക്ഷിതമല്ല. പക്ഷേ ആസൂത്രണം നടത്തുവാനുള്ള ഭൂമികയായിട്ടാണ് അവർ കേരളത്തെ കാണുന്നത്. അതായത് കേരളം അവർ ഒളിത്താവളവും അതോടൊപ്പം തന്നെ കശ്മീർ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കളിത്താവളവുമാണ്. അവർക്ക് കളിക്കാനുള്ള ഭൂമികയാണ്, ചുട്ടുകൊല്ലാനുള്ള ഭൂമികയായാണ് അവർ കശ്മീരിനെ കണക്കാക്കുന്നത്. പ്രത്യേകിച്ചും കശ്മീരി പണ്ഡിറ്റുകൾ അവിടെ എത്തിയത് ഒട്ടും തന്നെ ഈ ഭീകരവാദികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കശ്മീരി എന്ന് പറഞ്ഞാൽ കശ്യപ പ്രജാപതിയുടെ മണ്ണായിരുന്ന ഭൂപ്രദേശമാണ്. ആ പ്രദേശത്തിൽ വളരെ പാരമ്പര്യമായി തന്നെ കശ്മീരി പണ്ഡിറ്റുകൾ ഉണ്ടായിരുന്നു. ആ പണ്ഡിറ്റുകളെയാണ് അവിടുന്ന് ആട്ടി ഓടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ ഭീകരവാദികളുടെ തിട്ടൂരം. 1970-കളിൽ തുടങ്ങിയ ഈ രീതിയിലുള്ള ആക്രമണം പിന്നീട് അതിൻ്റെ ഏറ്റവും പീക്കായ അവസ്ഥയിലേക്ക് എത്തുന്നത് 90-കളിലാണ്. എന്തായാലും ഇതിനെല്ലാം തന്നെ ഉത്തരവാദിയായിട്ടുള്ള ഒരു പഴയ പ്രധാനമന്ത്രിയുണ്ട്. പക്ഷേ പേര് പറയുന്നില്ല. സർദാർ പട്ടേലിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ കശ്മീരിനെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് കശ്മീരിന്റെ വിഭജനത്തിന് മുമ്പേ, അല്ലെങ്കിൽ കശ്മീരിലെ ഒരു ഭാഗം POK ആയി മാറ്റപ്പെടുന്നതിന് മുന്നേ കശ്മീർ നമുക്ക് കിട്ടുമായിരുന്നു. പൂർണ്ണമായും ജമ്മു കാശ്മീർ ഭാരതത്തോട് ചേരാം എന്ന അന്ന് ഹരിസിംഗ് രാജാവ് ഒപ്പിട്ട് നൽകിയതാണ്. എന്നാൽ 370 ഷെയ്ഖ് അബ്ദുള്ളയുമായി ചേർന്നുള്ള ആസൂത്രണത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും അവിടെ കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ
കശ്മീരിനെ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്നതാണ്. ദീർഘനാൾ കശ്മീരിൽ ലഭിച്ചിരിക്കുന്ന ഫണ്ടുകളൊന്നും തന്നെ അവിടുത്തെ ജനതയുടെ സംരക്ഷണാർത്ഥം അവിടുത്തെ ജനതയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ടില്ല. 100% ലീക്കേജ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി ഉണ്ടായിരുന്ന കാലം പോലും കശ്മീരിന് ഉണ്ടായിരുന്നു. 2014 ശേഷം 2019 വരെയും 2008 മുതൽ 2019 വരെയും സ്റ്റോൺ പെൽറ്റിംഗ്, പട്ടാളക്കാർക്ക് നേരെ കല്ലെറിഞ്ഞുകൊണ്ട് അവിടെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഭീകരവാദികളുണ്ടായിരുന്നു. ഭീകരവാദികളെ പിന്തുണയ്ക്കുവാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. കാരണം മറ്റ് തൊഴിലവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2019 അവിടെ ഒരു പരിസമാപ്തി ഇതിനുണ്ടാകുകയും ആർട്ടിക്കിൾ 370 പിൻവലിക്കുകയും കശ്മീരിനെ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. കശ്മീർ ഇന്ന് മനുഷ്യന് വാസയോഗ്യമായിട്ടുള്ള ഒരു പ്രദേശമായി മാറി. POKയിലെ ആൾക്കാർ പോലും ഇപ്പോൾ കശ്മീരിലേക്ക് വരാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു. കശ്മീരിനെ ഒരുമിച്ച് ഒരു ഏകീകൃത കശ്മീരായി മാറി ഇന്ത്യയോടൊപ്പം ലയിക്കുവാനാണ് ഇപ്പോൾ POK ആഗ്രഹിക്കുന്നത്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ POKയിൽ വലിയ സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനത കശ്മീരിലേക്ക് വരാൻ, കശ്മീർ ഒന്നായി മാറുവാൻ, ഭാരതത്തിന്റെ കീഴിൽ ഏകീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ പാകിസ്ഥാന് ഇഷ്ടപ്പെടുന്നില്ല. ആ ഇഷ്ടക്കേടിന്റെ മറുപുറമാണ് ഇപ്പോൾ സജ്ജമായിരിക്കുന്ന യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ഭീകരവാദ സംഘടന. ഈ ഭീകരവാദ സംഘടനയുടെ ലക്ഷ്യവും വേരുകൾ പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ്. പക്ഷേ പാകിസ്ഥാൻ ഒന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. കാരണം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ഒരു കാരണവശാലും നിർത്തിവച്ചിട്ടില്ല. എപ്പോൾ വേണമോ പുനരാരംഭിക്കാം എന്നുള്ളതാണ്. ഞൊടിയിടയിൽ പുനരാരംഭിക്കുവാൻ ഇന്ത്യക്ക് ഒരു രീതിയിലുള്ള ഭയവുമില്ല, ഒരു രീതിയിലുള്ള പ്രയാസവുമില്ല. പാകിസ്ഥാൻ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ചെറുതാണ്. അത് ഏത് കോണിലൂടെ നോക്കിയാലും ഡിഫൻസ് മേഖലയിൽ, സ്ട്രാറ്റജിയുടെ മേഖലയിലൊക്കെയും തന്നെയും പാകിസ്ഥാൻ വളരെയധികം ദുർബലമാണ്. വളരെയധികം സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നം നേരിടുകയാണ് പാകിസ്ഥാനിൽ. ഇപ്പോഴുള്ള ഒരു അവസ്ഥയിൽ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം വളരെയധികം കഠിനമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഭാരതം ക്ഷമിക്കില്ല, സഹിക്കില്ല. അടിക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചടിച്ച് പൂർണ്ണമായും നാമാവിശേഷമാക്കും. എന്തു തന്നെയായാലും കശ്മീരി പണ്ഡിറ്റുകളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ഭീകരവാദികൾ എത്തി നോക്കിയിരിക്കുന്നു എന്നതാണ്. ഭാരതത്തിന് പൊറുക്കാനാകുമോ, ക്ഷമിക്കാനാകുമോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.